നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അത് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നാവണം ആദ്യം ചിന്തിക്കേണ്ടത്. ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥരും നടപടികളിലേക്ക് കടക്കുകയും വേണം. അല്ലാതെ പരസ്പരം പഴിചാരി കുറ്റം ആരുടെയെങ്കിലുമൊക്കെ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല. ദുരന്തമുണ്ടായതിനു ശേഷം തിരക്കിട്ട് അവിടേക്ക് ഓടിച്ചെന്ന് നിസ്സഹായരായ മനുഷ്യരെ കണ്ടിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വയനാട് മേപ്പാടിയിൽ ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിൽ വരുത്തിവെച്ചത് വലിയ ദുരന്തം തന്നെയാണ്. വയനാട് പോലെ വലിയ ദുരന്തം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മേഖലയിൽ ഒരു തുരങ്കപാത നിർമ്മാണം പ്രായോഗികമല്ല എന്ന് നിർമ്മാണത്തിന് മുമ്പ് തന്നെ പരിസ്ഥിതി പ്രവർത്തകരും വയനാടിൻ്റെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കിയവരും എത്ര വട്ടം പറഞ്ഞതാണ്. എന്നിട്ടും അത് കേൾക്കാൻ ആരും തയ്യാറായില്ല. പാരിസ്ഥിതിക പഠനം നടത്തിയതുമില്ല. ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ അതും പാളിയോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. വൻ ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ടും നമ്മുടെ സംസ്ഥാനം ഇനിയും പഠിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ദുരന്തബാധിത പ്രദേശത്തെ പുതിയ വിവരങ്ങളിലേക്ക് വരാം. ഒപ്പം ഇന്ന് ക്യാബിനറ്റ് ഉള്ളതാണ്, അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. വയനാട് മേപ്പാടി ദുരന്തത്തിൽ കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ. NDRFിന്റെ നേതൃത്വത്തിൽ 4 സോണുകളായി തിരിഞ്ഞ് പരിശോധന. തിരച്ചിലിനൊപ്പം ഗതാഗതം പുനഃസ്ഥാപിക്കുകയും പ്രധാന ലക്ഷ്യം. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് വയനാട്ടിൽ. PSC ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ. അന്തിമ തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ. വിജിലൻസ് അന്വേഷണം നടത്താമെന്ന നിയമോപദേശം സംസ്ഥാനത്ത് പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ ഇന്ന് പുറത്തിറക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശകരമായ മത്സരത്തിനൊടുവിൽ അർജന്റീന ക്വാർട്ടറിൽ. ഈജിപ്തിനെ പരാജയപ്പെടുത്തിയത് 2-3 ഗോളുകൾക്ക്. 12 മിനിറ്റിനുള്ളിൽ അർജന്റീന മടക്കിയത് 3 ഗോൾ. കൊളംബിയയെ ഷൂട്ടൌട്ടിൽ വീഴ്ത്തി സ്വിറ്റ്സർലാൻഡും ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡ് പോരാട്ടം ഞായറാഴ്ച. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പ്രതികളെ വിചാരണ ചെയ്യാനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സർക്കാർ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശത്ത് കനത്ത മഴ തുടരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായി ഇറാനെ ആക്രമിച്ച് അമേരിക്ക. ആക്രമണം തുടങ്ങി എന്ന് US സെൻട്രൽ കമാൻഡ്. ഇറാന്റെ എണ്ണ ഉപരോധം നീക്കിയ നടപടി അമേരിക്ക പിൻവലിച്ചേക്കും. വയനാട് മേപ്പാടി ടണൽ ദുരന്തത്തിൽ കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. NDRFിന്റെ നേതൃത്വത്തിൽ 4 സോണുകളിലായി തിരിഞ്ഞാണ് പരിശോധന നടക്കുന്നത്. തിരച്ചിലിനൊപ്പം ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ് പ്രധാന ലക്ഷ്യം. പ്രദേശത്ത് കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ദുരന്തഭൂമി സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഇന്നലെ മേപ്പാടിയിലുണ്ടായ ആ വലിയ ദുരന്തം, അതിൽ കാണാതായ തൊഴിലാളികൾ ഇനിയിപ്പോൾ എത്ര പേരുണ്ട് എന്നൊക്കെ ഒരു കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ വിവരങ്ങൾ അറിയണമെങ്കിൽ തിരച്ചിൽ തന്നെ വേണം. ഈ തിരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് അവിടെ പുരോഗമിക്കുന്നത്? മയ, നിലവിൽ തൊഴിലാളികളായ 5 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 പേർക്കായുള്ള തെരച്ചിലാണ് ഇന്നലെ രാത്രിയും നടത്തിയത്. ഇന്നും സമാന രീതിയിൽ തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികളുടെ തീരുമാനം. NDRFിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ, അതായത് 76 അംഗ സംഘം 4 സോണുകളായി തിരഞ്ഞ് പൂർണ്ണ തോതിലായിരിക്കും ഈ പരിശോധന നടത്തുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇന്നലെ അവലോകന യോഗത്തിന് ശേഷം മന്ത്രിമാർ വ്യക്തമാക്കിയത്. മാത്രവുമല്ല, ഇത്തരത്തിൽ NDRFിന് പുറമെ ഇത്തരത്തിൽ സിവിൽ ഡിഫൻസ് അംഗങ്ങളും അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തിരച്ചിൽ നടത്തുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നത് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. അതുതന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ വലിയ രീതിയിലുള്ള വിഘാതം തീർക്കുന്നത്. ഇന്നലെ ഭാഗികമായി ഇവിടെ വൈദ്യുതിയൊക്കെ പുനഃസ്ഥാപിച്ച് രാത്രിയിൽ പരിശോധന നടത്തിയെങ്കിലും ആരെയും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. നിലവിൽ കണക്കുകൾ പ്രകാരം 5 പേരെയാണ് കണ്ടെത്താനുള്ളത്.
ബാക്കി 7 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിക്കേറ്റ മലയാളിക്ക് പരിക്കേറ്റത് മലയാളി സൈറ്റ് എഞ്ചിനീയർക്ക് സാരമായ പരിക്കാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും മുറുകുകയാണ്. ഇത് മനുഷ്യനിർമ്മിതമാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ച മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞത്. നാട്ടുകാരും അത്തരത്തിൽ ഒരു അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഈ കമ്പനി അധികൃതർ ഇത് പാടെ തിരസ്കരിക്കുകയാണ്. ഇതൊരു പ്രകൃതിക്ഷോഭമാണ്, മണ്ണിടിച്ചിൽ മൂലമാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഈ മനുഷ്യ സഹജമായതെല്ലാം തങ്ങളുടെ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യുമെന്ന് തന്നെയാണ് ഈ കമ്പനി അധികൃതർ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ AP അനിൽകുമാറും മന്ത്രി T സിദ്ദിഖും സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. രാവിലെ തന്നെ എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മുഖ്യമന്ത്രി VD സതീശൻ ഈ ദുരന്ത ഭൂമി സന്ദർശിക്കും. എന്തായാലും സഹായങ്ങൾ ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ രാത്രി തന്നെ 3 പേരുടെ മൃതദേഹ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കിയിരുന്നു. ഇന്ന് ആ മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ നിന്ന് എംബാം ചെയ്ത് എയർലിഫ്റ്റ് ചെയ്ത് നാട്ടിലെത്തിക്കാനുള്ള സൌകര്യങ്ങളും ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഇത്തരത്തിൽ അവലോകന യോഗത്തിന് ശേഷം ബന്ധപ്പെട്ട മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചൂരൽമല ഭാഗത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ട പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികൾ എത്രയും വേഗം തന്നെ നടത്താനുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണ് നീക്കിയുള്ള പ്രവർത്തനങ്ങൾ. അത് ഈ മഴ പെയ്യുന്നത് മൂലം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാറായ തരത്തിൽ നിൽക്കുന്ന തരത്തിലുള്ള മൺകൂരകൾ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മായ ജോസഫ്, അവിടെയുള്ള നിസ്സഹായരായ മനുഷ്യർ അവരെക്കുറിച്ചാണ് ഞാൻ ഓർത്തുപോയത്. ഈ ദുരന്തം നേരിട്ട് കണ്ട ആളുകളുണ്ട്. അവരൊക്കെ ഇന്നലെ പല പ്രതികരണങ്ങളും നടത്തുന്നതും കേട്ടു. അവരൊക്കെ ഇപ്പോഴും ഇത് ഉൾക്കൊണ്ടോ ഇതിലേക്ക് വന്നോ? അവർ ഇപ്പോഴും ആ ഭീതി മാറിയോ അവരുടെ? മയ, തീർച്ചയായും ഈ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇന്നലെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അതായത് ദൈവത്തിന്റെ എന്തോ ഒരു അനുഗ്രഹം ഈ പ്രദേശത്തുണ്ടായിരുന്ന പലർക്കും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഭാഗത്ത് അതായത് 11:45 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഏകദേശം 12 മണിയാകുമ്പോഴത്തേക്കും അവിടെ ഒരു നിസ്കാര പള്ളിയിൽ നിസ്കരിക്കാൻ നിരവധി ആളുകൾ എത്തുന്നതാണ്. ആ പള്ളി പൂർണ്ണമായും തന്നെ തകർന്നു. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ആ നിസ്കാര പള്ളി പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. മാത്രമല്ല അതിന് തൊട്ടു കീഴിൽ പാലത്തിന് തൊട്ട് സമീപത്തായി ഒരു വീട് പൂർണ്ണമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിലെ ആളുകൾ ഉംറയ്ക്ക് പോയതിനാൽ അവിടെ ആൾതാമസം ഉണ്ടായിരുന്നില്ല. അതാണ് അവർ രക്ഷപ്പെടാൻ ഏറ്റവും വലിയ കാരണമായത്. മാത്രമല്ല അതിന് തൊട്ട് സമീപത്തായി പാലത്തിന് തൊട്ട് സമീപത്തായി കടകളിലും മറ്റ് വിനോദസഞ്ചാരത്തിനൊക്കെ വന്ന ആളുകളുണ്ട്. ആ ആളുകൾ പോലും ആ ലോറിയുടെ ഭാഗത്ത് നിന്ന്, ആ മണ്ണ് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ലോറിയിൽ നിന്ന് ഓടി നീങ്ങുന്നു, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നു. അതിന്റെ ഒരു ഉൾക്കിടലത്തിലാണ് ഇപ്പോഴും നാട്ടുകാർ ഉള്ളത്. ഇതേ സമാനമായ ഒരു സ്ഥിതിവിശേഷം നിങ്ങൾ ഇവിടെ തന്നെ കാത്തു നിൽക്കൂ. വലിയൊരു ദുരന്തം ഇനിയും സംഭവിക്കാനിരിക്കുന്നു. കാരണം ചൂരൽമല ആകെ പ്രശ്നത്തിലാണ്. ആ ചൂരൽമല എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാം. അത് വലിയ രീതിയിൽ വയനാട്ടുകാരുടെ ആശങ്കയാണ് എന്നാണ് ഇത്തരത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരോടും ഇത്തരത്തിൽ അധികാരികളോടും ഇന്നലെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. അതായത് വലിയ രീതിയിലുള്ള കടുത്ത ആശങ്ക ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് ഒരു ആദ്യം സൂചിപ്പിച്ചതുപോലെ നേരെ പരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കാര്യക്ഷമമായ പരിശോധന വേണം. ഇത്തരത്തിൽ വിദഗ്ധരായവരുടെ സേവനം വേണം. ഇതൊന്നുമില്ലാതെയാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ കൂടിയൊരു നാട്ടുകാരൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം, അതായത് ഒരു കല്ല് മണ്ണിന്റെ അനുപാതം, അതായത് എത്ര മണ്ണ് കൂട്ടുമ്പോൾ എന്തേരം കല്ല് അതിന്റെ ബെൽറ്റ് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ സാധാരണ ഒരു കർഷകന് പോലും ഒരു കോമൺ സെൻസ് ഉണ്ടാവും. പക്ഷെ ആ വലിയ പഠിപ്പുള്ള എഞ്ചിനീയർമാർക്ക്, വലിയ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ലേ? ഇത്തര വികലമായിട്ടാണോ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് ഈ അലംഭാവത്തിന്റെ ഒരു മുഖം വ്യക്തമാക്കുന്നത്. അതായത് നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അനിയന്ത്രിതമായ രീതിയിൽ മണ്ണ് കൂന കൂട്ടി. ആ മണ്ണ് കൂന കൂട്ടിയതിൽ വലിയ രീതിയിൽ വെള്ളം ധാരാളമായി കടന്നു വന്നു. അങ്ങനെയാണ് വലിയ രീതിയിലുള്ള
ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. മാത്രമല്ല ഇതിന്റെ കൂടെ മണ്ണിടിച്ചിലും ഉണ്ടായത് വലിയ രീതിയിൽ പ്രശ്നം ഗൌരവപൂർവ്വമാക്കി. എന്തായാലും സമാന രീതിയിലുള്ള സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. നിലവിൽ 76 പേരെയാണ് വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. പൂർണ്ണ തോതിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് ഇന്നലെ മന്ത്രിമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ ആളുകളെ ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തും. കാരണം ഇത്തരത്തിൽ ഇന്ന് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ആ ഭാഗത്തുള്ള എല്ലാവരെയും പൂർണ്ണമായ രീതിയിൽ മാറ്റുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി ആരാധനാലയങ്ങൾ ഉൾപ്പെടെ സ്കൂളുകൾ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് വയനാട് ജില്ലയിൽ അവധിയും നൽകിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാണാതായ 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് ഊർജിതമായി തന്നെ നടത്തും. മാത്രമല്ല ചൂരൽമല ഭാഗത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് പ്രധാന പരിഗണന നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് കൂടുതൽ കഡാവർ ഡോഗുകളെ ഉൾപ്പെടെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മായ ശരി, ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മേപ്പാടി ദുരന്തത്തിൽ കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോഴിക്കോട് നിന്ന് അനഘ ചേരുകയാണ്. അനഘ, കോഴിക്കോട്ടൊരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ മഴയില്ല എന്നാണ് അനഘ, കുടയൊന്നും പിടിച്ചിട്ടില്ല, മഴയുള്ളതായി തോന്നുന്നില്ല. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? മഴ അല്പസമയം മുമ്പ് വരെ തുടർച്ചയായി മഴ ലഭിച്ചിരുന്നു കോഴിക്കോട് ജില്ലയിൽ. പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് ഒരു നേരിയ ശമനം ഉണ്ട്. ഏതായാലും നിലവിൽ ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും വയനാട് ജില്ലയിൽ ഇന്നലെ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനങ്ങൾ അടക്കം നിർത്തിവെച്ചുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അത് മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പാലക്കാട്, എറണാകുളം, തൃശൂർ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്നതടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട്. ഈ ചോമ്പാലയിലടക്കം ഉയർന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. മറ്റ് വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും മഴയ്ക്ക് അല്പ ശമനമുണ്ട്. മായ ശരി, അനഘയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വരുന്നത്. മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. അടുത്ത 24 മണിക്കൂർ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. മുംബൈയിൽ ഇന്നും റെഡ് അലർട്ടാണ്. ഡൽഹി, ഹരിയാന മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നും കനത്ത മഴ തുടരുകയാണ് അല്ലേ? മഴ പല സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. അതിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശത്ത് ഇടവിട്ട അതിശക്തമായിട്ടുള്ള മഴയാണ് തുടരുന്നത്. കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഇതുവരെ 13 മരണമാണ് മഴക്കെടുതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുംബൈ നഗരത്തിൽ ഇന്നലെ രാത്രിയും അതിശക്തമായ മഴ പെയ്തതോടുകൂടി താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ്. മുംബൈയിൽ ഇന്നും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം ജാഗ്രത പാലിക്കാനാണ് സംസ്ഥാന സർക്കാരും ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ജമ്മു കാശ്മീരിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കഴിഞ്ഞ 48 മണിക്കൂർ ജമ്മു കാശ്മീർ മേഖലയിൽ അതിശക്തമായ മഴയും ഒപ്പം മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള മിന്നൽ പ്രളയം ചെനാബ് താഴ്വരയിൽ ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. നിരവധി റോഡുകൾ തകർന്നു. അവിടെയെല്ലാം തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഹിമാചൽ പ്രദേശിലും മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ നേരത്തെ
അതിശക്തമായ മഴ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 14 മരണം ഹിമാചൽ പ്രദേശിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിശക്തമായ മഴ തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. മായ. ശരി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ തുടരുകയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്. PSC പരീക്ഷാ ക്രമക്കേടിലെ വിജിലൻസ് അന്വേഷണ തീരുമാനം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവും. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. അതേസമയം ചെറിയ പിഴവുകൾ മാത്രമാണ് സംഭവിച്ചതെന്ന നിലപാട് ആവർത്തിക്കുകയാണ് PSC. കൂടുതൽ വിവരങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, ഇന്നിപ്പോൾ ക്യാബിനറ്റുണ്ട്. ക്യാബിനറ്റിൻ്റെ പ്രധാന അജണ്ട വയനാട്ടിലെ ദുരന്തമായിരിക്കുമോ അതോ PSC ക്രമക്കേടിലെ വിജിലൻസ് അന്വേഷണം? അത് ഇന്നലെ DGP നിയമോപദേശമൊക്കെ കൊടുത്തതാണ്, ആവാമെന്ന് പറഞ്ഞതാണ്. ആ കാര്യമായിരിക്കുമോ എടുക്കുക? എന്തായിരിക്കും ഇന്നത്തെ പ്രധാന അജണ്ട ക്യാബിനറ്റിന്റെ? വയനാട് ദുരന്തവും മുഖ്യമന്ത്രിയുടെ വയനാട് സന്ദർശനവും ഒക്കെ തന്നെയാണ്. ഒപ്പം PSCയുടെ ഇത് രണ്ടും അജണ്ടയിൽ തന്നെയാണുള്ളത്. രാവിലെ ചേരുന്ന 10 മണിക്കാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ വയനാട് ദുരന്തത്തിൽ ഇരയായവർക്കുള്ള നഷ്ടപരിഹാരവും അടിയന്തര ധനസഹായവും ഒക്കെ തന്നെ പ്രഖ്യാപിക്കും. അത് അടിയന്തര ധനസഹായമാവും പ്രഖ്യാപിക്കുക. അതിനുശേഷം 10:30 മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കാണാൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം 10:30 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിന് ശേഷം 11:30 അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും വയനാട്ടിലേക്ക് യാത്രയാകും. ഹെലികോപ്റ്റർ മാർഗമാണ് മുഖ്യമന്ത്രി യാത്രയാകുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഏറ്റവും പ്രധാനം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട് ദുരന്തത്തിൽ 2 മന്ത്രിമാർ സംഭവം ദുരന്തമുണ്ടായപ്പോൾ തന്നെ AP അനിൽകുമാറും T സിദ്ദിഖും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിരുന്നു. അവർ അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ദുരന്തം ഇനി കാണാനാകാത്തവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം തുടരുന്നു. അപ്പോൾ കാഷ്വാലിറ്റിന് കൂടാനുള്ള ഒരു സാധ്യത, ദുരന്തത്തിന്റെ ആഴം എത്രത്തോളമാണ് എന്നത് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ എവിടെയാണ് വീഴ്ച, ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഏത് തരത്തിലും, മാത്രമല്ല സർക്കാരിന് എതിരെയാണ് ഇപ്പോൾ കരാർ കമ്പനിയൊക്കെ രംഗത്ത് വരുന്നൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു കൃത്യമായ വീഴ്ച എവിടെയാണ്, ഇത് യഥാർത്ഥത്തിൽ എവിടെയാണ് പിശക് പറ്റിയത്, വീഴ്ച സംഭവിച്ച ഉദ്യോഗസ്ഥ തലത്തിലാണോ അതോ കമ്പനി അധികൃതരുടെ ഭാഗത്ത് തന്നെയാണ്, ഇതൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുക, അതാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശന ഉദ്ദേശം. 1 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി ഇവിടെ 11:30 ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മുഖ്യമന്ത്രി വയനാടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മന്ത്രിസഭാ യോഗത്തിലെ മറ്റൊരു പ്രധാന അജണ്ട എന്ന് പറയുന്നത് PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കും. കഴിഞ്ഞ ദിവസം DGP ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ നേരിട്ട് സർക്കാരിന് അന്വേഷണം നടത്താം, അതിന് നിയമ തടസ്സമില്ല, അതായത് നിയമ സെക്രട്ടറി തടസ്സവാദം ഉന്നയിച്ചിരുന്നു. സർക്കാരിന് PSCയുമായി ബന്ധപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അവിടെ നേരിട്ട് അന്വേഷണം പ്രഖ്യാപിക്കാൻ തടസ്സമുണ്ട് എന്നൊരു വാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ആ നിയമതടസ്സം നിലനിൽക്കില്ല എന്ന് ഇന്നലെ തന്നെ വൈകിട്ടോട് തന്നെ സർക്കാർ നിയമോപദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം ഇന്ന് പ്രഖ്യാപിക്കുക. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിനായിരിക്കണം ഒരുപക്ഷെ അന്വേഷണത്തിന്റെ മേൽനോട്ടം നൽകുക. ഒരു SIT തന്നെ രൂപീകരിച്ചുള്ള അന്വേഷണം തന്നെയാകും സർക്കാർ പ്രഖ്യാപിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനമാകുന്നത് വിജിലൻസിന്റെ മാനുവൽ ഇന്ന് ആഭ്യന്തരമന്ത്രി പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ പ്രകാശനം ചെയ്യുന്ന ഒന്നാണ്. ഏറ്റവും പ്രധാനം തന്നെയാണ് മായ. കാരണം 2002 അവസാനമായി വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കുന്നത്. 25 വർഷത്തിന് ശേഷമാണ് ഈ വിജിലൻസ് മാനുവൽ പരിഷ്കരണത്തിൽ ഒത്തിരി പുതിയ നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണോ അല്ലെങ്കിൽ തെറ്റോ കണ്ടുപിടിച്ചാൽ സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ അന്വേഷണം പ്രഖ്യാപിക്കാനും ഉത്തരവിടാനും ഒക്കെ സാധ്യമാകുള്ളൂ. ആ അധികാരമാണ് മാറ്റുന്നത്. സർക്കാരിന്റെ മുൻകൂർ അനുവാദം ഇല്ലാതെ തന്നെ വിജിലൻസ് ഡയറക്ടർക്ക് കേസെടുക്കാനും അന്വേഷണം നടത്താനും ഒക്കെ പൂർണ്ണമായ അധികാരം, അതായത് സ്വതന്ത്രമായ പൂർണ്ണമായ പരമാധികാരം ഇനി വിജിലൻസ് ഡയറക്ടർക്ക് തന്നെ ആയിരിക്കും. വിജിലൻസ് ഡയറക്ടർ സർക്കാരിന്റെ അനുവാദമില്ലാതെ അന്വേഷണം പ്രഖ്യാപിക്കാം, അന്വേഷണത്തിന് റിപ്പോർട്ട് വരെ സമർപ്പിക്കാനും വിജിലൻസ് ഡയറക്ടർക്ക് പൂർണ്ണമായ അധികാരം നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ വിജിലൻസിന് മറ്റ് CBIയും SITക്കും ഒക്കെ ഉള്ളതുപോലെ NIAക്കും CBIക്കും ഒക്കെ ഉള്ളതുപോലെ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് യൂണിഫോം നൽകുന്നു. ആ രീതിയിലുള്ള നിരവധി പരിഷ്കരണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള പുതിയ വിജിലൻസ് മാനുവൽ പരിഷ്കരണമാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 10:30 പ്രകാശനം ചെയ്യുന്നത്. ഈ മാനുവൽ വരുന്നതോടുകൂടി വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉണ്ടാകുക. മായ. അൺഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്ന് ക്യാബിനറ്റുള്ള ദിവസമാണ്. ക്യാബിനറ്റിൽ ഇന്ന് 2 അജണ്ടകൾ പ്രധാനമായും വരും. ഒന്ന് വയനാട്ടിലെ ദുരന്തം തന്നെയാണ്, അത് തന്നെയാണ് ആദ്യം എടുക്കുക. പിന്നെയായിരിക്കും PSC പരീക്ഷാ ക്രമക്കേട്ടിലെ വിജിലൻസ് അന്വേഷണ തീരുമാനം, അതെങ്ങനെ വേണം എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാവും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ക്യാബിനറ്റിന് ശേഷം ഇന്ന് ഇപ്പോൾ 11:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി ദുരന്ത ബാധിത പ്രദേശത്തേക്ക് യാത്ര തിരിക്കുക എന്നാണ് അറിയാനാവുന്നത്.
കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. പ്രതികളെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ കേസ് ഇന്നിപ്പോൾ കോടതി പരിഗണിക്കുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കോടതി പരാമർശം ഉണ്ടല്ലോ, അതും വിലക്കെടുക്കില്ലേ? കേസിന്റെ ഒരു ഗതി നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ സർക്കാരുകളെല്ലാം തന്നെ വലിയ തരത്തിൽ അത് മാറ്റിവെച്ചതാണ്. LDF സർക്കാർ ഇന്നപ്പോൾ തന്നെ വിചാരണയ്ക്ക് അനുമതി നൽകാതിരുന്നൊരു കേസാണ്. ആ കേസിലാണ് ഹൈക്കോടതി നിർണായക ഇടപെടൽ നടക്കുന്നത്. INTC നേതാവ് R ചന്ദ്രശേഖരനും ഉൾപ്പെടെയുള്ളവരാണ്. അതായത് രണ്ടുപേരാണ് പ്രധാനമായും ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്. LDF സർക്കാരിന്റെ കാലത്ത് പോലും അനുമതി കിട്ടാത്തൊരു കാര്യമാണ് UDF സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ അനുമതിക്കായി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ അങ്ങനെ അനുമതി കൊടുക്കുമ്പോൾ തന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം അനുമതി നൽകുന്നു എന്നുള്ളൊരു വ്യാഖ്യാനമാണ് ആ ഉത്തരവിലുണ്ടായിരുന്നത്. അത് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് പിന്നീട് ആ ഉത്തരവ് തിരുത്തി പുതിയ ഉത്തരവ് ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിലും ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സർക്കാരിന് അപ്പീൽ പോകാനുള്ള ഒരു പഴുതുകൂടി ഇട്ടുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നടത്തിയിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഹൈക്കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നീക്കങ്ങളുണ്ടായാൽ സുപ്രീം കോടതി മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ ഇത് ഈ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത്. K രതീഷ് ഉൾപ്പെടെ രക്ഷിക്കാനുള്ള നീക്കമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. കാരണം ഏത് തരത്തിലുള്ള അഴിമതിയെയും ഒരു തരത്തിലും അവർ പ്രോത്സാഹിപ്പിക്കില്ല, അതായത് പുതിയ സർക്കാർ പ്രോത്സാഹിപ്പിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാനാണ് ഇതിൽ ശ്രമിച്ചിട്ടുള്ളത്. 1400 കോടി രൂപയ്ക്ക് കശുവണ്ടി, തോട്ടണ്ടിയും അതുപോലെ തന്നെ മറ്റനുബന്ധ വസ്തുക്കളും ഇറക്കുമതി ചെയ്തതിൽ 500 കോടി രൂപയുടെ അഴിമതി ആ സമയത്ത് ബോർഡ് നടത്തി എന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ വികസന കോർപ്പറേഷൻ നടത്തി എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിലാണ് ഇത്രയധികം ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. അതിലാണ് CBI അന്വേഷണം നടക്കുകയും മറ്റ് നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ഒക്കെ ചെയ്തത്. ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ്. ഏതായാലും സർക്കാരിനെതിരെ ഒരു വിമർശനം നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിൽ, അതായത് ഈ കോടതിയുടെ മേൽ പഴിചാരി വിചാരണയ്ക്ക് അനുമതി കൊടുത്തു എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിലൊരു വിമർശനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. മായ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ അഴിമതി കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ്. അതിനൊപ്പം കോടതി വിരുദ്ധ പരാമർശം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വിമർശനങ്ങൾക്ക് ഇടയാക്കാനും സാധ്യത കാണുന്നുണ്ട്. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി അർജന്റീന. പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിന് 2-3 ഗോളുകൾക്ക് കീഴടക്കിയാണ് അർജന്റീന അടുത്ത റൗണ്ടിലേക്ക് കടന്നത്. 2 ഗോളുകൾക്ക് പിറകിൽ നിന്ന ശേഷമായിരുന്നു അർജന്റീനയുടെ തിരിച്ചുവരവ്. പരാജയം മുഖാമുഖം കണ്ട നിമിഷം, മുൻ ലോക ചാമ്പ്യന്മാർ തലകുനിച്ചു മടങ്ങുമെന്ന് വിമർശകർ വിധിയെഴുതിയ നിമിഷം. പക്ഷേ തോറ്റുമടങ്ങില്ലെന്ന മിശിഹയുടെ നിശ്ചയദാർഢ്യം സമ്മാനിച്ചത് മറ്റൊരു ആവേശ പോരാട്ടം. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് ഫൈനലിനോളം പോന്ന ആവേശ പോരാട്ടത്തിന്. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ മികച്ച തിരിച്ചുവരവുകളിലൊന്നായിരുന്നു അർജന്റീന ഈജിപ്ത് പോരാട്ടത്തിൽ കണ്ടത്. മത്സരത്തിന്റെ അവസാന 11 മിനിറ്റിൽ 3 ഗോളുകൾ അടിച്ചുകൂട്ടിയാണ് അർജന്റീന ക്വാർട്ടറിലേക്ക് കടന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയത് ഈജിപ്തായിരുന്നു. 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിമിലൂടെ ഈജിപ്ത് അക്കൗണ്ട് തുറന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ടാഗ്ലിയാഫിക്കോയെ ബോക്സിൽ വീഴ്ത്തിയതിന് അർജന്റീനയ്ക്ക് അനുകൂലമായി റഫറി പെനാൽറ്റി വിധിച്ചു. പക്ഷേ കിക്കെടുത്ത ലയണൽ മെസ്സിക്ക് പിഴച്ചു. ഈ ലോകകപ്പിൽ മെസ്സി നഷ്ടപ്പെടുത്തുന്ന 2ാമത്തെ പെനാൽറ്റി ആയിരുന്നു ഇത്. ഈജിപ്ത് ഗോൾ കീപ്പർ മുസ്തഫ ഷൊബൈറിന്റെ അവിശ്വസനീയമായ സേവുകൾ കൂടിയായപ്പോൾ അർജന്റീന കടുത്ത പ്രതിരോധത്തിലായി. 2ാം പകുതിയിൽ ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി ഇരു ടീമുകളും കളം നിറഞ്ഞു. 67-ാം മിനിറ്റിൽ മുസ്തഫ സിക്കോയിലൂടെ ഈജിപ്ത് 2ാമത്തെ ഗോളും സ്വന്തമാക്കി. അങ്ങനെ കണ്ണീരോടെ മടങ്ങിയ വമ്പന്മാരുടെ പട്ടികയിലേക്ക് അർജന്റീനയും എന്ന് വിമർശകർ വിധി എഴുതിയപ്പോഴതാ 79-ാം മിനിറ്റിൽ അർജന്റീനയുടെ ആദ്യ മറുപടി. ക്രിസ്ത്യൻ റൊമേരോയാണ് ആദ്യ ഗോൾ നേടിയത്. ഈ ഗോളോടെ അർജന്റീനയ്ക്ക് ജീവൻ വെച്ചു.
83-ാം മിനിറ്റിൽ മെസ്സിയുടെ ഗംഭീര ഗോളിലൂടെ അർജന്റീന സമനില പിടിച്ചു. അങ്ങനെ മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ലൗതാരോ മാർട്ടിനസിന്റെ ഗംഭീരമായ ക്രോസിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയ്ക്കായി വിജയ ഗോൾ നേടി. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ച സമയത്താണ് മെസ്സിപ്പട വിജയ ഗോൾ സ്വന്തമാക്കിയത്. ഈ മത്സരത്തിലെ ഗോൾ നേട്ടത്തോടെ തുടർച്ചയായ 9 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് മെസ്സി സ്വന്തമാക്കി. ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡാണ് അർജന്റീനയുടെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഈജിപ്തിനെ തോൽപ്പിച്ചതിന്റെ ആവേശത്തിലാണ് അർജന്റീന ആരാധകർ. 70-ാം മിനിറ്റ് വരെ നെഞ്ചിടിപ്പോടെ നിന്ന് അർജന്റീന ആരാധകർ 3 ഗോൾ തിരിച്ചടിച്ചതോടെ വലിയ ആവേശത്തിലാണ് മടങ്ങിയത്. സ്വിറ്റ്സർലൻഡാണ് അർജന്റീനയുടെ എതിരാളികൾ. KK പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരുപക്ഷെ ഫൈനലിനെ തോൽപ്പിക്കുന്ന വലിയൊരു മത്സരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്രയധികം ആവേശത്തോടുകൂടിയാണ്, നെഞ്ചിടിപ്പോടുകൂടിയാണ് അർജന്റീന ആരാധകർ ഈജിപ്തുമായി മത്സരം കണ്ടത്. കാരണം 67-ാം മിനിറ്റ് വരെ ഈജിപ്ത് 2-0 മുന്നിൽ നിന്ന് മത്സരമാണ്. പക്ഷെ പിന്നീട് അവിടെ നിന്ന് റൊമേരോയും മെസ്സിയും എൻസോ ഫെർണാണ്ടസും എല്ലാം തന്നെ അർജന്റീനയെ ലോകകപ്പിലേക്ക്, ഈ ടൂർണമെന്റിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ആവേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്രയധികം ആവേശത്തോടുകൂടിയാണ്. ഒരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അടിക്കുന്നത് ഉറപ്പായിരുന്നു. 67-ാം മിനിറ്റ് വരെ 2-0 ഇല്ല, അടിക്കുന്നുള്ള ഉറപ്പായിരുന്നു അർജന്റീന. തീരുമാനിക്കും. ക്രിസ്ത്യാനോയോ നെയ്മറിന്റെയോ ബ്രസീലോ പോർച്ചുഗലല്ല, ഇത് മെസ്സിന്റെ അർജന്റീന. മെസ്സിന്റെ അർജന്റീന ഉണ്ടായിരുന്ന ബ്രസീലിന്റെ ആരാധകർ ഒരുപക്ഷെ നമ്മളൊരു ഫൈനലിലൊക്കെ കാണുന്ന അതേ ആവേശത്തോടു കൂടി തന്നെയാണ് അർജന്റീന ആരാധകരെല്ലാം തന്നെ ഈ മത്സരത്തെ കണ്ടത്. കാരണം അത്രയധികം നെഞ്ചിരിപ്പ് അവർക്കുണ്ടായിരുന്നു. 67-ാം മിനിറ്റ് വരെ ഈജിപ്ത് മുന്നിൽ നിന്ന് മത്സരം, പക്ഷേ തിരിച്ചടിക്കുകയാണ്. 3 ഗോൾ അടിച്ചുകൊണ്ട് അർജന്റീന മത്സരത്തിൽ, അതും മെസ്സി പെനാൽറ്റി പാസ് പാഴാക്കി, 21-ാം മിനിറ്റിൽ പെനാൽറ്റി പാഴാക്കിയ അതേ മെസ്സി തന്നെ ലീഡ് നേടിക്കൊടുക്കുന്നു. 2, അതായത് ആ ഒപ്പത്തിലെത്താൻ മെസ്സിയുടെ സുവർണ കാലുകളിൽ തന്നെയാണ് ആ ഗോൾ വന്നത്. പിന്നീട് എൻസോ ഫെർണാണ്ടസ് വിജയ ഗോൾ, എൻസോ ഫെർണാണ്ടസിന്റെ കാലിൽ നിന്നാണ് വിജയ ഗോൾ വരുന്നത്. വളരെ കൃത്യമായി, ഒരുപക്ഷെ അതിഗ്രൻ മത്സരം എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന്റെ ആവേശം എല്ലാവരിലും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ആദ്യ പകുതി കണ്ടതാണ് ഫ്രാൻസിന്റെയും ബ്രസീലിന്റെയും ജർമ്മനിയുടെ ആരാധകരൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവരപ്പോ പറഞ്ഞത് ഞങ്ങളുടെ ടീമുകളൊക്കെ പുറത്തു പോകുകയാണ്, അതായത് ബ്രസീലും അതുപോലെ തന്നെ ജർമ്മനിയും പോർച്ചുഗലും ഒക്കെ പുറത്തു പോവുകയാണ്, അതാ ഞങ്ങൾ അർജന്റീനയെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതാണ്. പക്ഷെ അർജന്റീന പോകാൻ തയ്യാറായില്ല. അവർക്ക് വേണ്ടി ഈ ആർത്ത് വിളിച്ചതുപോലെ ഒരു നല്ല ആരാധക വൃന്ദം ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്നു. അവരാണ് ഇവിടെ അർജന്റീനയെ വിജയിപ്പിച്ചത്. ഏതായാലും മെസ്സി അവരുടെ ദൈവമാണെന്ന് ഒരിക്കൽ കൂടി അവർ പ്രഖ്യാപിക്കുകയാണ്. ക്യാമറമാൻ CS ബാഗിനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീന നേടിയ തകർപ്പൻ വിജയത്തിന് പിന്നാലെ തലസ്ഥാന നഗരവും ആഘോഷത്തിൽ മുങ്ങി. പതാകകളേന്തിയും ആർപ്പുവിളികൾ മുഴക്കിയും ആരാധകർ വിജയ നിമിഷങ്ങളെ അവിസ്മരണീയമാക്കി. അർജന്റീനയുടെ വിജയം ആഘോഷമാക്കിയ തിരുവനന്തപുരത്തെ ആരാധകരുടെ ആവേശക്കാഴ്ചയിലേക്ക്. അർജന്റീന ആരാധകർക്ക് ഇത് ആഘോഷരാവാണ്. കാരണം ഏകദേശം 80 മിനിറ്റിന്റെ ഒരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ആ ഒരു 80 മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം അർജന്റീന ആ ഗോൾ വലയിൽ ബോളുകൾ, പന്തുകൾ പതിച്ചു. അതോടെ തുടങ്ങിയതാണ് ഈ ആഘോഷങ്ങൾ. ഈ ആഘോഷങ്ങൾ ഇങ്ങനെ നിലയ്ക്കുന്നില്ല. കാരണം മെസ്സി മെസ്സി എന്നുള്ളൊരു പേര് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ അർജന്റീന ആരാധകരും പറയുന്നത്. അത്രത്തോളം
സംശയമുണ്ടായിരുന്നു അർജന്റീന ഈ പ്രീ ക്വാർട്ടർ കടക്കുമോ എന്നുള്ളത്. പക്ഷേ ആ സംശയങ്ങൾക്കൊക്കെ തന്നെ മറുപടി നൽകിക്കൊണ്ട് അത്രത്തോളം വൈകാരികമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് ഇവിടെ വേദിയാകുന്നത്. അർജന്റീനയെ ഒരു സമയത്തും എഴുതി തള്ളാൻ പറ്റില്ല. ഞങ്ങള് ഏത് നിമിഷത്തിലും കളിയിലേക്ക് തിരിച്ചു വരും. ലോകത്ത് ആകെ 5 കളിക്കാരാണ് തുടർച്ചയായ വേൾഡ് കപ്പ് മത്സരങ്ങളിൽ 5 മത്സരങ്ങളിൽ ഗോളടിച്ചത്. ജസീലോ, റിവാൾഡോ, റോഡ്രിഗസ്, മുള്ളർ, അതിന്റെ കൂടെ മെസ്സി കൂടെ വന്നിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും നല്ല കളിക്കാരൻ ആര് എന്ന ചോദ്യത്തിന് ഒരേ ഉത്തരം ലയണൽ ആൻഡ്രസ് മെസ്സി. അത്രത്തോളം ആവേശത്തോടുകൂടിയാണ് ഈ മത്സരത്തെ നമ്മൾ നോക്കിക്കണ്ടത്. ആദ്യ സമയത്ത് ഒരു പേടിയുണ്ടായിരുന്നു നമുക്ക് ഈ മത്സരത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ അവസാന ഘട്ടത്തിൽ 3 ഗോളുകളാണ് മെസ്സി നേടിയതല്ലേ. നമ്മുടെ കളിക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഏത് സാഹചര്യത്തെയും നേരിടുവാൻ തയ്യാറായി നിൽക്കുന്ന കളിക്കാരാണ് അർജന്റീന. അത് ഒരു കളിയിൽ മാത്രമല്ല, ഏത് മാനസിക സമ്മർദ്ദത്തെയും അതിജീവിച്ച് തിരിച്ചു വരും. സ്കലോണി എന്ന തോളാചാര്യൻ അർജന്റീന മെസ്സിയിൽ നിന്ന് തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ ഈജിപ്തിന് തൊടുക്കാൻ പറ്റിയില്ല. എത്രയുള്ളൂ ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് നിലവിൽ മെസ്സി ഉള്ളത്. തീർച്ചയായിട്ടും അത്രത്തോളം ആഘോഷം. കപ്പടിക്കല്ല, കപ്പ് നിലനിർത്തും. ഓക്കെ, തീർച്ചയായിട്ടും ആഘോഷ പരിപാടികൾ തന്നെയാണ് നിലവിൽ ഈ സംസ്ഥാനത്തൊട്ടാകെയുള്ള അർജന്റീന ആരാധകർ നടത്തുന്നത്. അത്രത്തോളം വലിയൊരു വിജയം തന്നെയാണ് മെസ്സി അല്ലെങ്കിൽ അർജന്റീന ടീം ഈ മത്സരത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈജിപ്റ്റ് ഒന്ന് വിറപ്പിച്ചുവെങ്കിലും അർജന്റീന കീഴടങ്ങിയില്ല. അങ്ങനെ ഈജിപ്റ്റ് കടമ്പ കടന്ന് ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ് അർജന്റീന. വിലയിരുത്തലുകളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇന്നലത്തെ ഒരു ദിവസം നമുക്കറിയാം, വയനാട്ടിലെ ആ ഒരു വലിയ ദുരന്തം. പക്ഷേ ഫുട്ബോൾ ആരാധകരെ അതൊന്നും ബാധിച്ചതേയില്ല. അവർ കാര്യമായി ആവേശത്തോട് തന്നെയാണ് ഈജിപ്റ്റ് അർജന്റീന മത്സരത്തെ വരവേറ്റത്, മത്സരം കണ്ടത്. ഇനിയിപ്പോൾ അറിയേണ്ടത്, പ്രത്യേകിച്ചും എന്നെപ്പോലെ അത്ര ഫുട്ബോൾ ബോധമൊന്നുമില്ലാത്ത, അറിവില്ലാത്ത സാധാരണക്കാരൊരു സംശയം, പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് ഈ പ്രീ ക്വാർട്ടർ വരെ പല താരരാജാക്കന്മാരും എത്തിയത്. നിങ്ങളുടെ റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ പഠിച്ച കാര്യമാണ്. ഇനിയുള്ള ക്വാർട്ടർ മത്സരം അത് എങ്ങനെയായിരിക്കും? ആ കടമ്പയിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ വിലയിരുത്താം പ്രശാന്തേ? ഒരുപക്ഷെ വമ്പന്മാരൊക്കെ തന്നെ വളരെ ഈസിയായി എളുപ്പത്തിൽ ഈ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമെന്നായിരുന്നു നമ്മൾ കണക്കാക്കിയതെങ്കിൽ എല്ലാവരും അതിശക്തമായ വെല്ലുവിളി നേരിട്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിലേറ്റവും സേഫായി വേണമെങ്കിൽ സുരക്ഷിതമായി എത്തിയത് ബെൽജിയമാണെന്ന് പറയേണ്ടി വരും. ബാക്കിയുള്ളവരൊക്കെ തന്നെ കടുത്ത വെല്ലുവിളികൾ നേരിട്ട് തന്നെയാണ് എത്തിയത്. പക്ഷെ അതിലേറ്റവും ശക്തമായ മത്സരങ്ങളുണ്ടായിരുന്നു. പോർച്ചുഗലും സ്പെയിനുമായ മത്സരം ഒരുപക്ഷെ ആർക്കും പ്രവചിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. കാരണം ഒരു വശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ നിൽക്കുന്നു, സ്വാഭാവികമായും യമാൽ ഇപ്പുറത്തുണ്ട്. എങ്കിൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഡ്രബ്ലിംഗ് മികവും ഒക്കെ തന്നെ നമുക്കറിയാവുന്ന ഏത് ചെറിയ അവസരങ്ങളും അർത്ഥാവസരങ്ങൾ പോലും ഗോളാക്കാൻ കഴിയുന്ന അമാനുഷികനായ ഒരു ഫുട്ബോളർ തന്നെയാണ് റൊണാൾഡോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോർച്ചുഗൽ ആരാധകരൊക്കെ തന്നെ പ്രതീക്ഷ വെച്ചതാണ്. പിന്നെ ബ്രസീൽ ഏറ്റവും പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ഫുട്ബോൾ ആരാധകരും ലോകവും ഒക്കെ തന്നെ വിലയിരുത്തിയ ഒരു ടീമാണ്. കാരണം അത്രയും കൃത്യമായൊരു ലൈനപ്പ് ബ്രസീലിനുണ്ടായിരുന്നു. ഒരുപക്ഷെ അർജന്റീനയ്ക്കൊപ്പം നിൽക്കാവുന്ന മറ്റുള്ളവർ, ഇപ്പോൾ പോർച്ചുഗലിന്റെ കാര്യം പറയുമ്പോൾ റൊണാൾഡോയെ കേന്ദ്രീകരിച്ചാണ് കുറേ അധികം അവരുടെ പോരാട്ടങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ മറുവശത്ത് ബ്രസീലിന്റെ കാര്യത്തിൽ തിരിച്ചാണ് ഉള്ളത്. പ്രത്യേകിച്ച് കുന അടക്കമുള്ള താരങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നെയ്മർ രണ്ടാം പകുതിയിൽ നെയ്മർ ഇറങ്ങുന്നു. അങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ വളരെ കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി തന്നെയാണ് അത്തരമൊരു രീതിയിലേക്ക്. പക്ഷേ ആ ടീമുകളൊക്കെ തന്നെ പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അട്ടിമറികളുണ്ടായ ഒരു ലോകകപ്പ് കൂടിയാണ്. അവിടെ ഇങ്ങോട്ട് എത്തുമ്പോൾ
നോക്കുമ്പോൾ വമ്പന്മാർ ടൂർണമെന്റിന്റെ ഫേവറേറ്റുകളിൽ നല്ലൊരു വിഭാഗം അതായത് പുറത്തേക്ക് പോയി. അതിനുശേഷം അതോടൊപ്പം തന്നെ ചിലർ നിലനിൽക്കുകയും ചെയ്തു. അത് ഫ്രാൻസ്, അർജന്റീന, സ്പെയിൻ അടക്കമുള്ള ടീമുകൾ നിലനിൽക്കുകയാണ്. ഇംഗ്ലണ്ടിനെയും എഴുതിത്തള്ളാനാവില്ല. അതോടൊപ്പം തന്നെ ബെൽജിയവും നോർവേയും വരുന്നു. നോർവേ നമുക്കറിയാവുന്നതാണ്, അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടാണ് നോർവേ തിരിച്ചുവരവ് നടത്തിയത്. ഏതായാലും ഈ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇനി ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. ഇന്നലത്തെ മത്സരമൊക്കെ നമ്മൾ കണ്ടതാണ്, അതിന് മുമ്പുള്ള മത്സരമൊക്കെ നമ്മൾ കണ്ടതാണ്. ആർക്കും ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അത്രയും വീറും വാശിയും ഒക്കെ തന്നെ ഉണ്ട്. ഒരുപക്ഷെ ഒരു നേരിയ പിഴവുകൾ, ആ പിഴവുകളാണ് ഈ ടൂർണമെന്റിന്റെ വിധി നിർണ്ണയിക്കുക, തങ്ങളുടെ ഭാവി നിർണ്ണയിക്കുക എന്ന ഓരോ ടീമും തിരിച്ചറിഞ്ഞാണ്. അതുകൊണ്ട് ഇതുവരെയുള്ള വിലയിരുത്തലുകൾ നടത്തി ഇനി ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് അവർ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടുന്നതോടുകൂടിയാണ് ക്വാർട്ടർ ഫൈനലിന് തുടക്കമാകുന്നത്. തൊട്ടടുത്ത ദിവസം സ്പെയിൻ ബെൽജിയത്തെ നേരിടും. അതിനുശേഷം നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇതിലേറ്റവും നിർണായക മത്സരം അല്ലെങ്കിൽ ഏറ്റവും വാശിയോടെ നടക്കുന്ന ഒരു മത്സരമെന്ന് വേണമെങ്കിൽ പറയാവുന്നത് സ്പെയിൻ ബെൽജിയം മത്സരമായിരിക്കും. എന്തും സംഭവിക്കാവുന്ന ഒരു മത്സരമായി അതിന് മാറും. പക്ഷേ ഇതിലെടുത്തു പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഫ്രാൻസ്, അതുപോലെ തന്നെ അർജന്റീന, സ്പെയിൻ, ഇംഗ്ലണ്ട് അടക്കമുള്ള ടീമുകൾ അവരുടെ എതിരാളികളെക്കാൾ ബഹുദൂരം മുന്നിലുള്ള ഒരു കണക്ക് കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് ഇവരെല്ലാം നേരിട്ട് ഏറ്റുമുട്ടിയാൽ ഈ വമ്പന്മാർക്ക് തന്നെയായിരുന്നു ജയം എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. മായ, അവസാനം വരെ നീണ്ട അനിശ്ചിതത്വം, അവസാനം അർജന്റീനയുടെ ആധിപത്യം. ഫൈനൽ മത്സരത്തിന്റെ ആവേശമായിരുന്നു അർജന്റീന ഈജിപ്റ്റ് മത്സരത്തിന്. കാൽപന്ത് കളിയിലെ അനിശ്ചിതത്വം, ആദ്യാവസാനം നീണ്ടുനിന്ന മത്സരം, ആദ്യ പകുതിയിലെ ഈജിപ്തിന്റെ ആധിപത്യം, പിന്നീട് അർജന്റീനയുടെ ഉഗ്രമായ തിരിച്ചുവരവ്. അർജന്റീനയുടെ ആരാധകരെ ആവേശത്തിലാഴ്ത്തുകയാണ് ഈ മത്സരം. ഗോട്ടിന്റെ കാലഘട്ടം അവസാനിച്ചു എന്ന് പറഞ്ഞവർക്ക് 2 ഗോളിന് പുറകിൽ നിന്ന് ത്രില്ലടിപ്പിച്ച കളി. ഇതാണ് കളി. വാമാസ് അർജന്റീന, അർജന്റീന, അർജന്റീന. പരാജയം എന്ന് പറഞ്ഞ് അർജന്റീനൻ ടീമിന്റെ തിരിച്ചുവരവിന്റെ അത് പറഞ്ഞാലും മനസ്സിലാവില്ല. തിരിച്ചുവരന്റെ സന്തോഷമാണ്. അർജന്റീന യഥാർത്ഥ ഫുട്ബോളിന്റെ അനിശ്ചിതത്വം. ലാറ്റിൻ അമേരിക്കൻ രാജാക്കന്മാർ 2 ഗോളും 3 എണ്ണം തിരിച്ചടിച്ച് ഞങ്ങളുടെ ചുണക്കുട്ടികൾ. ലാറ്റിൻ അമേരിക്കയുടെ സൗന്ദര്യം, വശ്യത, ഇതാണ് ഫുട്ബോൾ. ഇതാണ് ലോകം മുഴുവൻ ഒരു പന്തിന്റെ പുറകെ ഓടുന്നത്. ലയണൽ മെസ്സി കീ ജയ്, അർജന്റീന കീ ജയ്. ഞങ്ങളുടെ ചങ്കാണ് അർജന്റീന. അർജന്റീനയുടെ മികച്ച കളികൾ ഇനിയും വരാനിരിക്കുന്നു. അവർക്ക് ശരിക്കും ഒരു 1.5 മണിക്കൂർ കളിക്കാത്ത അവർക്ക് ചിലപ്പോൾ 80 മിനിറ്റ് വേണ്ടായിരിക്കും. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് കളി ജയിപ്പിക്കാം. അതാണ് അർജന്റീന. നമുക്ക് 10 മിനിറ്റ് മതി കളി ജയിക്കാൻ, അത്രേ ഉള്ളൂ. ഫുട്ബോൾ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കി സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടർ ഫൈനലിൽ. കാനഡയിലെ വാൻകൂവറിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനായില്ല. തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-3 സ്വിസ് പട വിജയം പിടിച്ചെടുത്തത്. ഇതോടെ ലാറ്റിൻ അമേരിക്കൻ ശക്തികൾ അവസാന 8-ലെത്താനാകാതെ മടങ്ങി. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലാൻഡിന്റെ എതിരാളികൾ. 1954 സ്വന്തം രാജ്യം ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന് ശേഷം ഇതാദ്യമായാണ് സ്വിറ്റ്സർലാൻഡ് ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കുന്നത്. ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പായി ആദ്യ പോരാട്ടത്തിൽ ഫ്രാൻസ് നാളെ പുലർച്ചെ മൊറോക്കോയെ നേരിടും. ശനിയാഴ്ചയാണ് സ്പെയിൻ ബെൽജിയം പോരാട്ടം. ഇംഗ്ലണ്ടിന് നോർവേയും അർജന്റീനയ്ക്ക് സ്വിറ്റ്സർലാൻഡുമാണ് എതിരാളികൾ. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രശാന്ത് നേരത്തെ പറഞ്ഞു വരികയായിരുന്നു, അത്യാവശ്യമായ ഇടവേളയിലേക്ക് പോകേണ്ടത് കൊണ്ടാണ് അതിൽ നിന്ന് മാറിയത്. പ്രശാന്തിന് തുടരാം. ഇനിയിപ്പോൾ പ്രീ ക്വാർട്ടറൊക്കെ കഴിഞ്ഞു, ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രശാന്തിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് പ്രശാന്ത്?
നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വമ്പന്മാരുടെ ഒരു ആധിപത്യം കാണുന്നതോടൊപ്പം തന്നെ ചെറിയ ടീമുകൾ വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരു ലോകകപ്പാണ്. കേപ്പറുടെ അടക്കമുള്ള ടീമുകൾ വലിയ വെല്ലുവിളിയാണ് അർജന്റീന ഉൾപ്പെടെ സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന ടീമുകൾക്ക് പോലും മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ലോകത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പുതിയ താരങ്ങൾ കാര്യമായി ഉയർന്നു വന്നില്ല. അതായത് ഇപ്പോഴും ഫുട്ബോളിന്റെ ഈ ലോകകപ്പിൽ പോലും ഫുട്ബോളിന്റെ രാജാക്കന്മാരെന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എംബാപ്പയും മെസ്സിയും ഒക്കെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷെ അപ്പോഴും വെല്ലുവിളികളുണ്ട്. ഇവരുടെയൊക്കെ തന്നെ പ്രതിരോധ കോട്ടകൾ തകർക്കാൻ പുതിയ ടീമുകൾക്ക്, അത് ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യം കൊണ്ടു നടക്കുന്ന ടീമുകളാണെങ്കിലും യൂറോപ്യൻ ഫുട്ബോളിന്റെ വേഗത കൊണ്ടു നടക്കുന്നവരാണെങ്കിലും അവർക്കൊക്കെ തന്നെ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ ആകെ തന്നെ കണ്ടതും അത് തന്നെയാണ്. ഓരോ പോരാട്ടത്തിലും ഈ ചെറിയ ടീമുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ടൂർണമെന്റ് ഫേവറേറ്റുകൾ അല്ലാത്ത ടീമുകൾ അതിശക്തമായ രീതിയിൽ തന്നെ തിരിച്ചു വരിക നടത്തുകയും ഒപ്പം തന്നെ പോരാട്ടം കാഴ്ചവെക്കുകയും ഒക്കെ. ഇത് ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രധാനപ്പെട്ട ടീമുകൾക്ക് ഇവരൊരു വെല്ലുവിളി ആകില്ല. അത് കണക്കുകളിൽ മാത്രമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ കണക്കുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് അർജന്റീന ഈജിപ്തിന് മുന്നിൽ വിറച്ചത് നമ്മൾ കണ്ടതാണ്. ഓരോ ടീമും അത്തരത്തിൽ തന്നെയാണ് തന്നെയാണ് പോരാട്ടം. അവസാന നിമിഷങ്ങളിലൊക്കെയാണ് ജയിച്ചു കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും എഴുതിത്തള്ളാൻ കഴിയില്ല. മറ്റു കളികൾ പോലെയുള്ള ഫുട്ബോൾ ഒരു നിമിഷത്തെ ചെറിയ അശ്രദ്ധ ഒരു പക്ഷേ ഒരു നിർണായകം 4 വർഷത്തെ കാത്തിരിപ്പിന് തന്നെ വിരാമം വിട്ടേക്കും. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടുകൂടിയാണ് എല്ലാവരും അതായത് ഓരോ പോരാട്ടത്തിലെയും ടീമുകളെ കൃത്യമായി വിലയിരുത്തിയായിരിക്കും ഇനി ക്വാർട്ടർ ഫൈനലിലേക്ക് പോകുക. ഒപ്പം തന്നെ എവിടെയാണ് പിഴച്ചത്, അതായത് കേപ്പറുമായി പിഴച്ചത് അർജന്റീന വിലയിരുത്തിയതെങ്കിൽ അതുപോലെ ഓരോ ടീമും വിലയിരുത്തി അവരുടെ ഒരു മത്സരം കൃത്യമായി പരിഗണിച്ചു തന്നെയായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. നാളെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ആർക്ക് ആധിപത്യം ഈ ഘട്ടത്തിൽ പറയാനല്ല. അവസാനം നടന്ന 2 കളിയിലും ഫ്രാൻസിനായിരുന്നു വിജയം. പക്ഷെ അപ്പോഴും ഒരു ഗോളിന്റെ വിജയമാണ് എന്നുള്ളത്. കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിനെ തുടർന്ന് സ്വകാര്യ ബസ് മേഖല നേരിടുന്ന കടുത്ത വരുമാന നഷ്ടത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് ബസ് ഉടമകൾ സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ KSRTC വാടകയ്ക്ക് എടുത്ത് പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ബസ് ഉടമകൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഈ മാസം 11-ാം തീയതിയാണ് ഗതാഗത മന്ത്രിയും അസോസിയേഷനുമായി, ബസ് ഉടമകളുടെ അസോസിയേഷനുമായിട്ടൊക്കെ ചർച്ച നടക്കാൻ പോകുന്നത്. അതിലൊരു തീരുമാനമായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് സമരം എന്നാണ് പറഞ്ഞത്. അതിനൊരു സൂചനയായി പല ജില്ലകളിലും സമരം നടത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ കോട്ടയത്തേക്ക് കടന്നിരിക്കുകയാണ്. കോട്ടയത്തെ ഇപ്പോൾ രാവിലെ ഈ സമരം തുടങ്ങിയപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മായ, കോട്ടയം ജില്ലയ്ക്കൊപ്പം തന്നെ പത്തനംതിട്ട, കൊല്ലം, അതേപോലെ തന്നെ ആലപ്പുഴ, ഈ 3 ജില്ലകളിലും കൂടെ ഇന്ന് പണിമുടക്ക് സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ ഒരു സ്ഥിതി പരിഗണിച്ച് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ 60% സർവീസുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്വകാര്യ ബസ്സുകളാണ്. മുൻപ് KSRTCയും തുല്യ അനുപാതത്തിലായിരുന്നു സ്വകാര്യ ബസ്സുകളും ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി KSRTC ബസ്സുകൾ അത് ഈ ഗ്രാമീണ സർവീസുകൾ പരമാവധി കുറയ്ക്കുന്ന, നഷ്ടത്തിലുള്ള സർവീസുകൾ കുറച്ചതിനെ തുടർന്ന് ഇപ്പോൾ സ്വകാര്യ ബസ്സുകളാണ് കൂടുതലായും ഗ്രാമീണ മേഖലകളിലടക്കം സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ പണിമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഗതാഗതം ഒരു പൂർണ്ണമായും ഈ പൊതുമേഖലയിലുള്ള ഗതാഗത സംവിധാനം സ്തംഭിച്ചിരിക്കുന്ന ഒരു സ്ഥിതി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിനനുസരിച്ച് KSRTC ബദൽ മാർഗ്ഗങ്ങളൊന്നും സ്വീകരിച്ചിട്ടുമില്ല. അതേ തുടർന്ന് പൊതുജനങ്ങൾ വലിയൊരു ബുദ്ധിമുട്ട് തന്നെ നേരിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണമാണ്. കാരണം കോട്ടയം ജില്ലയിൽ 90% സ്വകാര്യ ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കീഴിലുള്ളവരാണ്. ഈ സംഘടനയാണ് കോട്ടയം ജില്ലയിൽ പ്രധാനമായും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് കോട്ടയം ജില്ലയിൽ ഈ ഗതാഗത മേഖല കാര്യമായി തന്നെ സ്തംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൗജന്യ യാത്രാ പദ്ധതി KSRTCയിൽ കൊണ്ടുവന്നതിനെ തുടർന്ന് സ്ത്രീ യാത്രക്കാരുടെ വലിയൊരു കുറവ് സ്വകാര്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നത് കിലോമീറ്ററിന് ഏതാണ്ട് 51 രൂപയുടെ ചെലവാണ് അവർക്ക് ബസ് വ്യവസായത്തിൽ ഓരോ കിലോമീറ്ററിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു വരുമാനം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വകാര്യ ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നത് 500 രൂപ മാത്രമാണ് പലപ്പോഴും ഒരു സർവീസിൽ നിന്നും ഒരു ദിവസം അവർക്ക് കിട്ടുന്ന വരുമാനം. ഇത്തരത്തിൽ ഈ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ സൂചിപ്പിക്കുന്നത്. ഈ 11-ാം തീയതി ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇതിൽ അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആവശ്യം കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് KSRTC സർവീസ് നടത്തണം. ഇതിന്റെ പൂർണ്ണമായ ചെലവ് സ്വകാര്യ ബസ് ഉടമകൾ തന്നെ വഹിക്കുന്നതായിരിക്കും. അത്തരത്തിൽ ഈ പ്രശാന്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്കാണ്.
ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണി വിലയിരുത്തുകയാണ്. ദിലീപ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ഒരാഴ്ച വിപണിയിൽ ഉണ്ടായിട്ടുള്ള നിക്ഷേപ താല്പര്യത്തിൽ നിന്നും ഇന്നലെ നേരിയ ഒരു വിൽപ്പനയിലേക്ക് നീങ്ങി. ഇത് വിപണി ഒരു ക്രമപ്പെടലിന്റെ സൂചനയായിട്ടും എടുക്കാവുന്നതാണ്. ഇന്നെന്തായാലും നഷ്ടത്തിലായിരിക്കും തുടങ്ങുക. ആഗോള സാഹചര്യങ്ങളിൽ അത്ര തൃപ്തികരമല്ല. ഇന്നലെ US വിപണികളിൽ നഷ്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നുണ്ട് തന്നെ. അതിൻ്റെ ഒരു സ്വാധീനമായിരിക്കും ഇന്ന് വിപണിയിൽ ഉണ്ടാവുക. 24,200 എന്ന നിലവാരമായിരിക്കും മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. അത് ഭേദിച്ച് കഴിഞ്ഞാൽ 24,000 എന്നുള്ളത് ഒരു പ്രധാന നിലവാരമായിട്ട് തന്നെ കണക്കാക്കുന്നു. സാങ്കേതികമായി ഈ ഒരു നിലവാരം തന്നെയാണ് പ്രധാനം. മുകളിലേക്ക് 24,500 എന്നുള്ള നിലവാരമായിരിക്കും പ്രധാനം. 24,500 ഭേദിച്ചാൽ മാത്രമേ വിപണിയിൽ തുടർച്ചയായി വലിയ തോതിലുള്ളൊരു മുന്നേറ്റത്തിന് സാധ്യതയുള്ളൂ. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു എന്നുള്ളതാണ്. 2 ദിവസങ്ങളിലും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലേക്ക് നീങ്ങിയതോടുകൂടെ അതും വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഉയർന്ന നിലവാരത്തിൽ ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള ലാഭമെടുക്കൽ പ്രവണതയാണ് ഇപ്പോൾ ഇന്നലെ വിപണിയെ നഷ്ടത്തിലാക്കിയത്. ഭീമ ജ്വല്ലറിയിൽ പ്രീമിയം ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഡാസ്ലിംഗ് ഡയമണ്ട് ഡേയ്സ് ഓഫർ ഓഫ് ദി സെഞ്ചുറി തുടരുകയാണ്. ജൂലൈ 12 വരെ പണിക്കൂലിയിൽ വൻ ഇളവും കാരറ്റിന് 25,000 രൂപ വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ടും ലഭിക്കും. ഭീമ ജ്വല്ലറിയിലെ ഓഫർ കാലയളവിൽ ഓരോ ക്യാരറ്റിനും 1,00,000 രൂപ വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ടും ഡയമണ്ട് ആഭരണങ്ങളുടെ പണിക്കൂലിയിൽ 25% വരെ ഇളവും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യുന്നവർക്ക് ഓരോ പവനും 2,000 രൂപ അധിക ആനുകൂല്യവും ലഭ്യമാണ്. ഭീമയിലെ എല്ലാ ഡയമണ്ടുകളും 100% അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷനോട് കൂടിയവയാണ്. കൂടാതെ ബൈബാക്ക്, ലൈഫ് ടൈം എക്സ്ചേഞ്ച്, നാച്ചുറൽ ഡയമണ്ട് ഗ്യാരണ്ടി എന്നിവയും ഭീമ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നു. 10 ഡേയ്സ് പ്രോഗ്രാമാണ്. ജൂലൈ 3 മുതൽ ജൂലൈ 12 വരെ. ഇന്നിപ്പോൾ ഒരു 5 ഡേയ്സ് ആയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ബെസ്റ്റ് ഓഫ് ദി ഓഫറാണ്. പെർ ക്യാരറ്റ് ഡയമണ്ട് നമുക്ക് 25,000 റുപ്പീസാണ് ഓഫർ വരുന്നത്. അതുപോലെ തന്നെ മേക്കിംഗ് കോസ്റ്റിനകത്ത് 25% ഡിസ്കൗണ്ടും വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ സപ്പോസ് എക്സ്ചേഞ്ച് തന്ന് അതർ ജ്വല്ലറി ഓർണമെന്റ്സ് എക്സ്ചേഞ്ച് തന്ന് എടുക്കുകയാണെങ്കിൽ ഓൾഡ് ഗോൾഡ് കൊണ്ടുവരുന്നതിന് ഒരു പവന് 2,000 രൂപ അധികം വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് നോർമലി ഇപ്പം ഡയമണ്ട്സ് ഒക്കെ പലയിടത്തു നിന്നായിട്ട് മേടിക്കുന്ന ഡയമണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പം അത് അങ്ങനത്തെ ഉള്ളത് പലപ്പോഴും കസ്റ്റമേഴ്സ് നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ഡൗട്ട്സ് ഉണ്ട്. അപ്പം അതും കൂടെ നമ്മൾ ഈ ഒരു ടൈമിൽ കറക്റ്റ് ചെയ്യാണ്. ആക്ച്വലി എല്ലാ വീടുകളിലും ഒരു ഡയമണ്ട് എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. അത്രയ്ക്കും നല്ലൊരു ഓഫറും അത്ര കണ്ടുള്ള കളക്ഷൻസും ഉണ്ട്. ജൂലൈ 12 വരെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട്, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ശാഖകളിലും തമിഴ്നാട്ടിലെ തേനി, വെല്ലൂർ, രാമനാഥപുരം എന്നീ ശാഖകളിലും ഡാസ്ലിംഗ് ഡയമണ്ട് ഡേയ്സ് ഓഫർ ലഭ്യമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പെരുമൺ ട്രെയിൻ ദുരന്തത്തിന് ഇന്ന് 38 വർഷം. 1988 ജൂലൈ 8-നാണ് രാജ്യത്തെ നടുക്കിയ പെരുമൺ തീവണ്ടി അപകടം നടക്കുന്നത്. 105 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പെരുമൺ തീവണ്ടി ദുരന്തത്തിന്റെ കാരണം 3 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ അപകടങ്ങളിലൊന്നായ പെരുമൺ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 38 വർഷം. 1988 ജൂലൈ 8 പെരുമൺകാർക്ക് ഇന്നും നടുക്കുന്ന ഓർമ്മയാണ്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത്. എഞ്ചിൻ പാലം കടന്നെങ്കിലും പിന്നിലെ ബോഗികൾ പാളം തെറ്റി. 10 ബോഗികൾ അഷ്ടമുടിക്കായലിലേക്ക് പതിച്ച് 105 ആളുകൾക്ക് ജീവൻ നഷ്ടമായി. നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളുമാണ് അന്ന് രക്ഷാപ്രവർത്തനത്തിലൂടെ നിരവധി പേരെ രക്ഷപ്പെടുത്തിയത്. 38 വർഷം പിന്നിട്ടിട്ടും നാടിനെ ആകെ നടുക്കിയ അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. ദുരന്ത കാരണം ടൊർണാഡോ എന്ന ചുഴലിക്കാറ്റാണെന്നായിരുന്നു റെയിൽവേയുടെ കണ്ടെത്തൽ. എന്നാൽ നാട്ടുകാരിൽ പലർക്കും പല അഭിപ്രായങ്ങളാണ്. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ നടത്തിയ അന്വേഷണവും എങ്ങുമെത്തിയില്ല. അപകടം നടന്ന പാലത്തിന് സമീപം ഒരു സ്മൃതി മണ്ഡപമുണ്ട്. ദുരന്തത്തിന്റെ ദുരൂഹതകൾ മാറിയില്ലെങ്കിലും ഇന്നും പെരുമൺകാർ ഈ ദിനം വേദനയോടെ ഓർക്കുന്നു. അമൃത ന്യൂസ്, കൊല്ലം. തൃശൂർ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് RBI കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായി നിക്ഷേപകർ. കോൺഗ്രസ് ഭരണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് RBI നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമാണ് ബാങ്കിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്.
നിക്ഷേപകർക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഇപ്പോൾ പണം പിൻവലിക്കാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായി നിരവധി നിക്ഷേപകർ ബാങ്കിലെത്തി പ്രതിഷേധിച്ചു. പലരും കടക്കണിയിലാണെന്ന നിക്ഷേപകർ പറയുന്നു. ഞങ്ങൾക്ക് 10 പൈസ ജീവിക്കാൻ മാർഗമില്ലാത്ത രീതിയിലാണ് ജീവിച്ചെടുക്കുന്നത്. ഇവര് 3 മാസം 4 മാസം 6 മാസം പറഞ്ഞ കാശ് ഇന്ന് വരെ കാശ് കിട്ടിയിട്ടില്ല. നമ്മളെന്ന് സാധാരണക്കാരനാണ്, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിന് മനസ്സിലായ ഈ 30 രൂപ 35 രൂപ 40 രൂപയ്ക്ക് ഓട്ടോ ഓടിച്ചിട്ട് കിട്ടുന്ന കാശും പോകണം നമ്മൾ ചെലവ് വെച്ച് നമ്മൾ കൊണ്ട് നിൽക്കുക മനസ്സിലായി. അത് വരുമ്പോൾ പല ഡേറ്റുകളും പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് പോകുന്നത്. ഞങ്ങൾക്ക് മരുന്ന് മേടിക്കും, ഞങ്ങൾക്ക് പൈസയായി, ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ. ഞങ്ങൾക്ക് കാശ് കിട്ടിക്കാൻ വല്ല മരുന്ന് മേടിക്കാനോ വല്ല ഞങ്ങൾക്ക് പറ്റുള്ളൂ. അതിന് വേണ്ടി ഞങ്ങൾ ഇട്ട കാശാ. ഇപ്പൊ അവരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ സമ്മതിക്കുക? നിയന്ത്രണങ്ങൾ ജൂലൈ 30 വരെ നീട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവും നിലവിലെ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാനുമായ MP ജാക്സൺ ആയിരുന്നു ബാങ്കിന്റെ പ്രസിഡന്റ്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പലർക്കും വായ്പകൾ നൽകിയതോടെ ബാങ്ക് പ്രതിസന്ധിയിലാവുകയായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 6 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ കോടതി ജാമ്യാപേക്ഷയിൽ വിശദമായി വാദം കേൾക്കും. പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിന് ശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്നാണ് പ്രതികളുടെ ആവശ്യം. CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു അടക്കം 10 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു. കേസിലെ 9ാം പ്രതി ഹരീഷിന് മാത്രമാണ് ഇതുവരെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായി ഇറാനെ ആക്രമിച്ച് അമേരിക്ക. ആക്രമണം തുടങ്ങി എന്ന് US സെൻട്രൽ കമാൻഡ് വിശദമാക്കി. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് ആക്രമണം നടന്നത്. മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് അടിയന്തര സൈനിക നടപടിയെന്നാണ് US പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഇത്തരം ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നുമുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സ്കൂളിൽ STEM ഇന്നോവേഷൻ ലാബ് സജ്ജീകരിച്ച് കോഴിക്കോട് അമൃത വിദ്യാലയം. റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമെല്ലാം ചെറുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാനുള്ള സൗകര്യമാണ് അമൃത വിദ്യാലയവും ക്രിയാസ് പാർക്കും ചേർന്ന് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. STEM ഇന്നോവേഷൻ ലാബ് ഉള്ള ജില്ലയിലെ ആദ്യത്തെ സ്കൂൾ കൂടിയാണ് അമൃത വിദ്യാലയം. വിദ്യാർത്ഥികളിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ തൊഴിലധിഷ്ഠിത മേഖലകളിൽ നൈപുണ്യം വികസിപ്പിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കോഴിക്കോട് അമൃത വിദ്യാലയത്തിൽ STEM ഇന്നോവേഷൻ ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്കിംഗ്, 3D പ്രിന്റർ, ഡ്രോൺ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകളിലെല്ലാം കഴിവ് വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ലാബിന്റെ ലക്ഷ്യം. ക്രിയാസ് പാർക്കുമായി സഹകരിച്ചാണ് കോഴിക്കോട് അമൃത വിദ്യാലയം STEM ഇന്നോവേഷൻ ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതിന് കുട്ടികൾക്ക് ബൈ ഹാൻഡ്, കാരണം ഈ ഒരു കരിക്കുലം 80 to 90% പ്രാക്ടിക്കൽ ബേസ്ഡ്. അപ്പോൾ ഏതൊരു മേഖലയിൽ പോയാലും നമ്മുടെ കുട്ടികൾ എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ അവരെ സ്കില്ലും അതുപോലെയുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയിലും ഭാഗമായി അതിൻ്റെ കോൺഫിഡൻസോടുകൂടി കുട്ടികൾ ഉയർന്നു വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങളുടെ ഈ ലാബിൻ്റെ പറയുന്നത്. കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് മേധാവി MV ഷിൽക്ക ഉദ്ഘാടനം നിർവഹിച്ചു. സ്മോൾ ഏജ് തൊട്ടിട്ട് അവർ പഠിക്കുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് അവരുടെ ഒരു കരിയർ ബിൽഡ് ചെയ്യേണ്ട ടൈം എത്തുമ്പം ലൈക്ക് ഒരു 12th or 11th എത്തുമ്പം തന്നെ അവർക്ക് അവരുടെ ഏരിയ എന്താണെന്നുള്ളത് ഡെഫിനറ്റ്ലി എന്താ പറയുക സെറ്റ് ചെയ്യാൻ പറ്റും. അത്ഭുതകരമായ ലാബാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്നും ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രത്തിനു വേണ്ടി പലതും ചെയ്യാനാകുമെന്നും മാതാമൃതാനന്ദമയ മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി പറഞ്ഞു. ലാബ് വന്നതോടെ വിദ്യാർത്ഥികളും ആവേശത്തിലാണ്. The school is giving an opportunity for new students and young students to be an entrepreneur now only. I feel so much happy and I learned so much from this STEM Innovation Lab. And I really loved it. Today's occasion was an amazing event because I am so happy that ours, and I'm really grateful and happy for this.
കോഴിക്കോട് അമൃത വിദ്യാലയം കറസ്പോണ്ടന്റ് ബ്രഹ്മചാരിണി സമാരാധ്യാമൃത ചൈതന്യ, പ്രിൻസിപ്പൽ ധന്യ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ തലങ്ങളിലേക്ക് കുട്ടികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും അതിനുള്ള രീതിയിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി ചെയ്യുന്നു എന്നുള്ളതാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. പൂർണ്ണമാവുകയാണ്. വയനാട്ടിൽ നിന്നടക്കം ഒട്ടേറെ വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാം കാണാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.